ഒരു മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീനനെ സമാധാനിപ്പിക്കാന് രണ്ടടുക്കളെ മൂന്നടുക്കളെ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട, നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. ഞാൻ തന്നെ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെയായിരുന്നോ, ഞാൻ കടലിരമ്പുന്ന പോലെയായിരുന്നു എൻ്റെ മനസ്സ്, കൈവിട്ടു പോയതായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം ശരിയല്ലേ, ശാന്തതായില്ലേ, എൻ്റെ മനസ്സും ശാന്തമായി തുടങ്ങി. പറഞ്ഞു, അതിനെന്താ കാരണം എന്നറിയോ? ഞാനുള്ളത് കൊണ്ട് എന്ന് വേഗം പറയും അലീന. അല്ല, നിന്നെ എനിക്ക് എൻ്റെ മോളായി കിട്ടിയത് കൊണ്ടെന്ന് പറയും. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ തലയിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട്. പിന്നീട് മനുവിനെ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാമെന്ന് പറയും. അങ്കിള് ദൈവം എന്നെ വീണ്ടും ഞെട്ടിക്കുന്നു എന്ന് പറയും. ആകമാനം ഞാനൊന്ന് ഞെട്ടിയിരിക്കുകയായിരുന്നു. അങ്കിൾ അലീനനെ മോളായി ദത്തെടുത്തെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി. അവൾക്കൊരു സമാധാനവും പിന്നെ ഒരു ഗാർഡിയനൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പതേ വീണ്ടും എന്നെ ഞെട്ടിക്കുന്നു പറയും. അത് ഞാൻ പറഞ്ഞത്, ഇപ്പം അവൾ നിന്റെ ശരിക്കും മുറപ്പെണ്ണാടാന്ന് പറയും. അതായത് എൻ്റെ ബബിത മോൾക്കും കൃഷ്ണമോൾക്കും ഉള്ള എല്ലാ അവകാശവും ഞാൻ അവൾക്കും കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അവൾ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ മകൾ തന്നെയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം അത് നമ്മുടെ മനുവിന് ഭയങ്കര സന്തോഷമാവേണ്ടത് കേൾക്കുമ്പോൾ. കാരണം മനുവിൻ്റെ മനസ്സിൽ അലീനനോട് സ്നേഹമുണ്ട്, തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും. ബാലചന്ദ്രൻ നമ്മുടെ അലീനനെ സ്വന്തം മകളെ പോലെ കാണണമെന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ മനുവിന് അതിന് ഭയങ്കര സന്തോഷമാവുന്നത്. അതിനുശേഷം രാത്രി വീണ്ടും രാവിലെ തന്നെ റിപ്പീറ്റാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് അലീനരെ ഭക്ഷണമാണ് കൊണ്ടുവയ്ക്കുന്നത്. വൈജയന്തി ഉണ്ടാക്കിയ ഭക്ഷണം വേണ്ട എന്നങ്ങോട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ സാമ്പാറും ആ തോരനൊന്നും കൃഷ്ണമോൾക്ക് വേണ്ട. അങ്ങനെ അലീനരെ നല്ല രുചിയുള്ള ഫുഡ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ മുന്നിലിരുന്ന് ആസ്വദിച്ച് കഴിക്കും. ആ സമയത്ത് രോഹിത്ത് അഹങ്കാരത്തോടെ ആ പ്ലേറ്റ് അങ്ങോട്ട് വലിച്ചെറിയുന്നു. ചില്ലിൻ്റെ പ്ലേറ്റും കറികളും ഒക്കെ ആ തറയിൽ ചിതറി നാനാ ഭാഗത്തായിട്ട് ഇങ്ങനെ തെറിച്ച് കിടക്കും. കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ ആ കാഴ്ച കാണുമ്പോൾ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നമ്മുടെ രോഹിത്തിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കും. വൈജയന്തിയും അതുപോലെ തന്നെ അലീനയും എല്ലാവരും ആകെ ഞെട്ടി കസേരയിൽ നിന്നൊക്കെ ചാടി എഴുന്നേൽക്കണ്. അത് രോഹിത്ത് അത് ചെയ്തതിനെ ശിക്ഷിക്കാണ്ട് വൈജയന്തി അത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കേണ്ട, ഇമാതിരി തെണ്ടിത്തരങ്ങളൊന്നും എൻ്റെ വീട്ടിൽ നടക്കില്ല എന്ന് പറയും. ഇഷ്ടമുള്ളവർ മാത്രം കഴിച്ചാൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അലീനൻ്റെ അടുത്തേക്ക് വഴക്കിന് ചെല്ലണം വൈജയന്തി. സ്വർഗം പോലെ ഉണ്ടായിരുന്ന വീടേണ്ടത് ഇത് നീ നശിപ്പിച്ച്, നീ ആർമാദിക്കടി, നീ ഞങ്ങളുടെ സങ്കടവും വിഷമമൊക്കെ കണ്ട് ആർമാദിക്കടി, ഞങ്ങളുടെ കുടുംബം തകർത്തില്ലേടി, അതിനല്ലേടി നീ വലത് കാല് വെച്ച് വന്നേന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അലീനനെ പ്രാവി കൊണ്ടുപോകും. പിന്നാലെ ബബിതയും പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വല്ലാത്തൊരു വിഷമാവുന്ന അലീനയ്ക്ക്. കാരണം രോഹിത്തിൽ അലീനനോട് പക കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അലീനരെ മുന്നിലിട്ടിട്ടാണ് അച്ഛനടിച്ചത്. അത് അലീന കണ്ടു നിൽക്കല്ലേ. അപ്പോൾ അതങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു വൈരാഗ്യവും ദേഷ്യമൊക്കെ ആകണം. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് ഭക്ഷണം ഒക്കെ വാരി കൊടുക്കുന്നുണ്ട്. ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ വിഷമത്തിലിരിക്കല്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ അലീനയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. കൃഷ്ണമോളെ പോലെ തന്നെ അലീനനെ ഒരു മാറ്റവും ഇല്ലാണ്ട് സ്നേഹിക്കുന്നു. മാത്രമല്ല അലീനയ്ക്ക് ഒരു സമ്മാനം വാങ്ങി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് ഫോണൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി പോയപ്പോൾ മുത്തശ്ശി ആ ഫോണും കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി രേവതിക്കുട്ടിനെ വിളിക്കാനും വിവരങ്ങൾ അറിയാനൊന്നും നമ്മുടെ അലീനയ്ക്ക് ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പുറത്ത് പോയി പുതിയൊരു ഫോൺ വാങ്ങിക്കൊണ്ടുവന്ന് അലീനയ്ക്ക് കൊടുക്കണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അലീനയുടെ ഫോൺ തൻ്റെ മകനുള്ളത് നശിപ്പിച്ചത് അതും ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ വാങ്ങി കൊടുക്കുകയാണ്. അതിനുശേഷം വൈജയന്തി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയാണ്. പറയുന്നുണ്ട്, എനിക്ക് ഒരു പട തന്നെയുണ്ട് ഈ ബന്ധുക്കളായിട്ട്, എന്തായാലും എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നാളെ എല്ലാവരും ഇങ്ങോട്ട് വരും. അവർ വന്ന് നിന്നെ പൂച്ചനം എടുത്ത് പുറത്ത് കളയുന്ന പോലെ നിന്നെ കളയോടി, ഇനി നീ അധികം നാൾ ഈ വീട്ടിലുണ്ടാവില്ല, നിൻ്റെ ഭരണവും എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അലീന എതിർത്തൊന്നും പറയുന്നില്ല. കാരണം ബാലചന്ദ്രൻ്റെ വാക്കാണ് അവിടുത്തെ ലാസ്റ്റ് വാക്കെന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വൈജയന്തിനെ ചൂട് പിടിപ്പിക്കാനോ ദേഷ്യപ്പിടിപ്പിക്കാനോ ഒന്നും പോയില്ല. അതിനുശേഷം നമ്മുടെ വൈജയന്തി സഹോദരന്മാരെ വിളിച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ശിവേട്ടൻ രാജീവനെ വിളിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്നെ തന്നെ ആയാലും അത് മുഴുവൻ തീർത്തിട്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി, നീ വായോ ഞാനും വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ശിവേട്ടൻ വിളിച്ച് നമ്മുടെ രാജീവനോട് പറയും. അപ്പോൾ രാജീവനും വരാമെന്ന് പറയുന്നത്. എന്തായാലും ചേട്ടൻ വരുമ്പോൾ ഒരേ ഒരു പെങ്ങളിലുള്ള അവളുടെ കണ്ണീര് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും പടയും പട്ടാളവും എല്ലാവരും കൂടെ നമ്മുടെ ബാലചന്ദ്രൻ്റെ നെടുമ്പുരയ്ക്കലെ വീട്ടിലേക്ക് വരുന്നു.
ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനും അലീനനെ പുറത്താക്കാനും കൂടിയായിട്ടാണ് എല്ലാ ബന്ധുക്കളും. ആങ്ങളമാർ മാത്രമല്ല, കമലയും സഹോദരങ്ങളും മറ്റുള്ള ബന്ധുക്കളും റിലേഷനിലുള്ളവരും എല്ലാവരും കൂടിയാണ് നെടുമ്പുരയ്ക്കിലേക്ക് വരുന്നത്. ബാലചന്ദ്രനെ മര്യാദ പഠിപ്പിക്കാനും അലീനനെ പുറത്താക്കാനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആങ്ങളമാരുടെ വരവ്. വൈജയന്തിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അഹങ്കാരവും. കാരണം എനിക്ക് ഇത്രയധികം ബന്ധുക്കളുണ്ട് എന്ന് നമ്മുടെ അലീനെ കാണുകയും വേണമല്ലോ എന്നറിയും. ബാലചന്ദ്രനാണെങ്കിൽ പഴയ സ്വഭാവം തന്നെ, തോക്കൊക്കെ എടുത്ത് തുടച്ച് നീക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യാനായിട്ട് വരികയാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങളൊക്കെ ബാലചന്ദ്രനും പറയുന്നുണ്ട്. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? നീ എന്തിനാടാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണോ? നീ ആരായിരുന്നു? നീ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നില്ലേടാ? നിന്നെ ഞങ്ങൾക്ക് എപ്പോഴും കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലചന്ദ്രനെ അപമാനിക്കും. പിന്നീട് അലീനനെയും ബാലചന്ദ്രനെയും പറ്റി മോശമായിട്ട് സംസാരിക്കും. ഒരു ചെറിയ പെണ്ണിനെ വെച്ചുകൊണ്ടിരിക്കുന്നു പറയും. അത് കേട്ടോടുകൂടി ബാലചന്ദ്രൻ്റെ സർവ്വ നിയന്ത്രണവും പോകും. രാജീവൻ്റെ ചെവിക്കല് നോക്കി തന്നെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. വൈജയന്തിയും നമ്മുടെ കമലൊക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. അതങ്ങോട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന പ്രശ്നം പറഞ്ഞ് കൈതക്കൽ മാളിക വീട്ടിലെ ഒരു പട്ടികളും എൻ്റെ വീട്ടിലേക്ക് കയറി പോകരുത് എന്ന് പറയും. വൈജയന്തിക്ക് അത് വല്ലാത്ത അപമാനമാവും. കാരണം ആങ്ങളന്മാരും ബന്ധുക്കളും ഒക്കെ അങ്ങനെ നാണം കെട്ട് നിൽക്കുന്നു. വൈജയന്തിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വന്നിട്ട് ബാലചന്ദ്രൻ്റെ മുന്നിൽ തോറ്റ് തുന്നം പാടണ്. എല്ലാവരും അതാരണം ഭയങ്കര നാണക്കേടായി. പിന്നീട് നമ്മുടെ ബാലചന്ദ്രനെയും കൂടി മോശമായിട്ട് ചേർത്ത് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ മറ്റാരും കേൾക്കാണ്ട്, അതായത് വൈജയന്തി അറിയാണ്ട് രണ്ട് സഹോദരന്മാരെയും അളിയന്മാരെയും വിളിച്ചിട്ട് പോയിട്ട് കാര്യമായിട്ട് തന്നെ സൽക്കരിക്കുന്നുണ്ട്. കാരണം പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ, ഞാൻ ആരോടൊന്നും നിങ്ങളുടെ പെങ്ങൾ ആരെന്നും നിങ്ങളുടെ പെങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും നിങ്ങളുടെ പെങ്ങളുടെ ദുർനടപ്പും എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് ഛർദ്ദിപ്പിക്കരുത്. എല്ലാം നിങ്ങളുടെ നീലഗിരിയിലുള്ള ചേട്ടൻ അറിയാം. എന്താണ് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂട്ടി വായിച്ചാൽ ഞാൻ അലീനനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കണതിൻ്റെ കാരണവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറയുന്നു. അത് കേട്ടോടുകൂടി അവരാകെ അങ്ങനെ ഷോക്കാവുകയാണ്. അപ്പോൾ ഇനി ഞാൻ പറയണോ നിങ്ങളോട് നിങ്ങളുടെ പെങ്ങൾ എങ്ങനെ ഉള്ളവളായിരുന്നെന്നും എങ്ങനെയാണ് എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നും ഞാനതിപ്പോൾ പറഞ്ഞതും എല്ലാം ഇനി നിങ്ങളോട് ഞാൻ വിളിച്ച് പറയണോ? നിങ്ങളതൊക്കെ നിങ്ങളുടെ പെങ്ങളോട് പറയുമോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പെങ്ങളോട് പറയില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സഹോദരി ജീവനോട് ഇരിക്കൂല ആ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ മുന്നിൽ അവൾ അഭിനയിച്ച് തകർത്താടണില്ലേ? അവളുടെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാനത് വേണ്ടാന്ന് വെച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അവളെ വേണ്ട, പക്ഷേ എൻ്റെ മക്കൾക്ക് അവളെ വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇനി ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വേഷം കെട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യവും അവളെ വിളിച്ച് ചോദിക്കും. അവളെ മുന്നിലേക്ക് ജീവിക്കുന്ന സത്യം എടുത്ത് കാണിച്ചു കൊടുക്കും. അതായത് അലീന എന്നുള്ളൊരു സത്യം എന്ന് പറയും. അങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് സഹോദരന്മാർ വൈജയന്തിയുടെ അതായത് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ തല കുമ്പിട്ട് പോകുകയാണ്. ഇനി ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ ശരിയാവില്ല. കാരണം വൈജയന്തിയുടെ കുടുംബം ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിലാണ്. നമ്മളായിട്ട് ഇനി അത് തകർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ സ്ഥലം വിടും. വൈജയന്തി വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ ആവും. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടീനെയും അതുപോലെ തന്നെ മാമച്ചായനെയും കാണിക്കുന്നുണ്ട്. പഠിക്കാൻ വിട്ടത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി അലീന ചേച്ചിനെ സാറ് ദത്തെടുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അലീന ചേച്ചിക്ക് ഒരു അച്ഛനായി എന്ന് നമ്മുടെ രേവതിക്കുട്ടി അവരോട് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ, എന്താ നിനക്കും അച്ഛനെയും അമ്മനെയും വേണമെന്നോ? നിന്നെ ഞങ്ങൾ ദത്തെടുക്കാമെന്ന് പറയും. ആണോ, സത്യമായിട്ടും ആണോ എന്ന് ചോദിക്കും. ആ അതേടി എന്ന് പറയും. എന്നാൽ ഞാൻ ഇനി അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അങ്കിളിനെ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ മാമച്ചായൻ്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞിങ്ങനെ സന്തോഷവും അഭിമാനവും സങ്കടമൊക്കെ കൂടി വന്ന് നമ്മുടെ ഗ്രേസാമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. ഗ്രേസാമ്മനെ കെട്ടിപ്പിടിച്ച് രേവതിക്കുട്ടി ചിരിച്ച് അമ്മയെന്ന് വിളിക്കുന്നൊരു ഭാഗം കൂടി ഉണ്ട്.